ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. 54. ആദിശേഷന്റെ സംസാരം കേട്ടപ്പോൾ അംഗശിലൻ കോപം കാരണം പല്ല് കടിച്ചു. ഈ ആദിശേഷന് എപ്പോഴും പെൺകുട്ടികളെ കുറിച്ചാണ് ചിന്ത. ഒരു ദിവസം അവന്റെ മരണം ഒരു പെൺകുട്ടിയുടെ കൈകൊണ്ടായിരിക്കും, അംഗശിലൻ ചിന്തിച്ചു. അതിനുശേഷം അദ്ദേഹം തന്റെ പുത്രൻ വിക്രമാർജുനനെ കാണാൻ പോയി. അംഗശിലൻ തന്നോട് കലിപൂണ്ടു നിൽക്കുകയാണെന്നറിയാതെ ആദിശേഷൻ തന്റെ അറ ലക്ഷ്യമാക്കി നടന്നു. ആരോ തന്നെ കാത്തു നിൽക്കുന്നത് പോലെ അയാൾ തന്റെ മുറിയിലേക്ക് വേഗത്തിൽ നടന്നു. ആ നടത്തത്തിലും മാധുരിയെക്കുറിച്ചുള്ള ചിന്തകൾ അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നു. ആദിശേഷന് മാധുരിയെ മറക്കാൻ കഴിഞ്ഞില്ല. മാധുരിയെ കണ്ട നിമിഷം മുതൽ അവന്റെ മനസ്സിൽ കാമചിന്തകൾ അനിയന്ത്രിതമായി നിറഞ്ഞു. അതേസമയം ആകാശത്ത് പറന്നിരുന്ന അമരനും വരുണമിത്രനും കടകരാജവംശത്തിന്റെ കൊട്ടാരത്തിലെത്തി. അവർ പറന്നിറങ്ങി ആദിശേഷന്റെ അറ തേടി നടന്നു. ഒരു വശത്ത് അമരൻ ആദിശേഷന്റെ മുറി തിരയുന്നു. അതേസമയം തനിക്ക് നേരെ വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആദിശേഷൻ തന്റെ അറ ലക്ഷ്യമാക്കി നടക്കുന്നു. ഒടുവിൽ അമരൻ ആദിശേഷന്റെ അറ കണ്ടെത്തി. ജനൽ തുറന്ന് ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. അതേസമയം ആദിശേഷന്റെ മെത്തയിൽ അർദ്ധനഗ്നയായി ഒരു സ്ത്രീ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ സുഖമായി ഉറങ്ങുകയാണ്. ഗുരുദേവ, ആരാണ് ഈ പെൺകുട്ടി? എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? അമര, ശബ്ദമുണ്ടാക്കരുത്. ആരോ ഈ അറയിലേക്ക് വരുന്നുണ്ട്. കാലടി ശബ്ദം കേൾക്കുന്നുണ്ട്. വരുണമിത്രൻ മൃദുസ്വരത്തിൽ പറഞ്ഞു. അത് കേട്ട് അമരൻ പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തു. ഒന്നും മിണ്ടാതെ നടന്ന് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. തിരശ്ശീലയിൽ ഒരു ദ്വാരമുള്ളത് അവൻ ശ്രദ്ധിച്ചു. അതിലൂടെ അമരൻ അറയിലെ ഓരോ ചലനവും വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് അറവാതിൽ തുറന്ന് ഏതോ പാട്ട് മൂളിക്കൊണ്ട് ആദിശേഷൻ അറയിലേക്ക് പ്രവേശിച്ചു. അകത്തു കിടന്ന ഉടനെ കട്ടിലിൽ കിടക്കുന്ന പെൺകുട്ടിയെ നോക്കി പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു, പ്രിയേ, ഞാൻ വന്നു. നീ കാത്തിരുന്ന് ഉറങ്ങിപ്പോയോ? തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന അമരൻ പറഞ്ഞു, അയ്യോ ഗുരു, മഹാപാപം. ഇതെന്താ ഇവിടെ നടക്കുന്നത്? എന്നെ ഈ രാത്രി കൂട്ടിക്കൊണ്ടുവന്നത് ഇതിനാണോ? അമര, ഞാൻ എങ്ങനെ ഇതറിയും? ശരി ശരി, നീ ഒന്നും കാര്യമാക്കണ്ട. അവൻ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ നമുക്കവന്റെ കഥ കഴിക്കാം. വരുണമിത്രൻ അമരനെ ആശ്വസിപ്പിച്ചു. ആദിശേഷൻ കട്ടിലിൽ കയറി കിടന്നു. അമരേന്ദ്രൻ ആദിശേഷനെ ആക്രമിക്കാനുള്ള തക്കം പാർത്തിരുന്നു. അമരൻ തിരശീല മാറ്റി ആദിശേഷൻ അരികിലേക്ക് പോവാൻ ശ്രമിച്ചപ്പോൾ വരുണമിത്രൻ തടഞ്ഞു. അമര, അമര, അരുത്, അരുത്, ഇപ്പോൾ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യാതെ പിന്നെ ഈ വഷളന്റെ കൊള്ളരുതായ്മകൾ കാണാൻ പറയുകയാണോ? എനിക്ക് പറ്റില്ല. നോക്കൂ, ഇവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണുന്നില്ലേ? അവൻ വീണ്ടും പോകാൻ ശ്രമിച്ചു. ദയവായി അമര, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. മറ്റാരോ ഇവിടേക്ക് വരുന്നത് പോലെ തോന്നുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആര് വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. അമരൻ പരിസരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോൾ ജനലിലൂടെ ഒരു വെളുത്ത പ്രകാശം അമരൻ നിൽക്കുന്ന അറയിലേക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചു. ഭയത്താൽ അമരന്റെ ശരീരം പൊള്ളാൻ തുടങ്ങി. വരുണമിത്രന് പൊടുന്നനെ ശരീരത്തിന്റെ ചൂട് കൂടുന്നതായി തോന്നി. എന്താ അമര, നിനക്ക് പരിഭ്രമമുണ്ടോ? അതെ, എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശരീരത്തിലാണ്. നിങ്ങളുടെ ഭയം കാരണം ഞാനും വിറയ്ക്കുന്നുണ്ട്. പോകൂ ഗുരു, ഈ ശരീരം എന്റേതാണ്. അതുകൊണ്ട് ഭയം വന്നാൽ വിറയ്ക്കും. അമരൻ പറഞ്ഞത് കേട്ട് ചിരിച്ച വരുണമിത്രൻ പറഞ്ഞു, ശരി ശരി, തയ്യാറായിരുന്നോളൂ. അവൾ വന്നിട്ടുണ്ട്. ആരാ ആരാ വന്നത്? അത് കേട്ടതും പെട്ടെന്ന് മുറിയുടെ ജനൽ ചില്ലുകൾ തകർന്നു വീണു. പക്ഷെ ഭാഗ്യത്തിന് തിരശ്ശീലയ്ക്കൊന്നും സംഭവിച്ചില്ല. അങ്ങനെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് അമരൻ രക്ഷപ്പെട്ടു. ജനൽ തകർന്ന ശബ്ദം കേട്ട് ആദിശേഷൻ ഭയന്നു വിറച്ചു. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ജനലിലേക്ക് തിരിഞ്ഞു നോക്കി. ജനൽ തകർത്ത് ആ വിടവിലൂടെ നിലാവെളിച്ചം അറയിലേക്ക് ഒഴുകി. ആ സമയം നിലാവിൽ കുളിച്ചു നിൽക്കുന്ന മാധുരിയെ കണ്ടു. അവൾ വായുവിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകൾ സ്വർണ്ണ നിറമായിരുന്നു. അവളെ നോക്കുമ്പോൾ
ആകാശത്തു നിന്ന് ഒരു മാലാഖ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ തോന്നി. പക്ഷേ ആ മാലാഖയുടെ കണ്ണുകളിൽ ഒരു വിചിത്രമായ കോപം നിഴലിച്ചു. അമരൻ മാധുരിയെ കണ്ട് ആശ്ചര്യപ്പെട്ടു. അവൻ വരുണമിത്രനോട് ചോദിച്ചു, ഗുരുദേവ, ഈ സമയത്ത് മാധുരി എന്തിനാണ് ഇവിടെ വന്നത്? നമ്മൾ എന്തിനാണോ വന്നത് അതിന് തന്നെ. നിങ്ങൾ രണ്ടുപേരും ഒരേ കാര്യം ഒരേ സമയം ചിന്തിക്കുന്നുണ്ട്. അതിങ്ങനെ? ഇതായിരുന്നു വരുണമിത്രന്റെ തമാശ നിറഞ്ഞ മറുപടി. വരുണമിത്രന് മറുപടി ഒന്നും പറയാതെ അമരൻ മാധുരിയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. മാധുരിയും ഗുരുവിനെ പോലെ പറക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവളുടെ ശക്തി എത്ര ശക്തമാണ്! ഈ ശക്തിയുടെ കാരണം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തിനാണ് ഈ കാര്യം ഗുരുവും മറയ്ക്കുന്നത്? അവൾ ഈ മുറിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവൾ ഇവിടേക്ക് വരുന്ന വിവരം ഗുരു അറിഞ്ഞു. മാധുരിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഗുരുവിനറിയാം. എന്തായാലും ഞാൻ ചോദിച്ചാൽ ഒന്നും പറയില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തോട് അതേക്കുറിച്ച് ചോദിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല, അമരൻ ചിന്തിച്ചു. അറയ്ക്കുള്ളിൽ പ്രവേശിച്ച മാധുരി കോപത്തോടെ ആദിശേഷനെ നോക്കി. പെട്ടെന്ന് അവളുടെ നോട്ടം ആ പെൺകുട്ടിയിലേക്ക് മാറി. ആ പെൺകുട്ടിയുടെ കൈകൾ കട്ടിലിൽ ബന്ധിച്ചിരുന്നു. അർദ്ധബോധാവസ്ഥയിലായിരുന്നു അവൾ. അസാധാരണമായ ഭാവത്തോടെ ആ സമയം മാധുരിയെ അവിടെ കണ്ട ആദിശേഷൻ ഭയന്നു വിറച്ചു. അവൻ വാതിൽ ലക്ഷ്യമാക്കി ഓടി. എങ്ങനെയെങ്കിലും അറയ്ക്ക് പുറത്തു കടന്ന് സഹായത്തിന് ആരെയെങ്കിലും വിളിക്കാം എന്നായിരുന്നു അവന്റെ മനസ്സിൽ. എന്നാൽ പെട്ടെന്ന് അവന്റെ കാലിന് എന്തോ ഒരു വേദന അനുഭവപ്പെട്ടു. വേദന കൊണ്ട് പുളഞ്ഞവൻ നിലത്ത് വീണു. അവന്റെ മുഖത്ത് അടിയേറ്റ് വായിൽ നിന്ന് രക്തം വരുന്നുണ്ടായിരുന്നു. വീണിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചിട്ടും അവന് സാധിച്ചില്ല. തലയൊന്ന് ഉയർത്തി നോക്കാൻ പോലും പറ്റുന്നില്ല. ശരീരം തളർന്നതുപോലെ തോന്നി. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. കാണാൻ കഴിയാത്ത ഏതോ ഒരു ശക്തി അവനുമേൽ പ്രയോഗിക്കപ്പെടുന്നത് പോലെ ആദിശേഷന് തോന്നി. ആദിശേഷൻ വേദന കൊണ്ട് അലറുന്നത് നോക്കി നിശബ്ദനായി അമരൻ ആ കാഴ്ച നോക്കിക്കൊണ്ടു നിന്നു. ആദിശേഷന്റെ കാലിൽ 2 വലിയ കറുത്ത കുഴികളും അവയിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നതും അമരൻ കണ്ടു. ആ കുഴികളിൽ നിന്ന് എരിയുന്ന തീയുടെ ഗന്ധം ആ അറയാകെ വ്യാപിച്ചു. ഭയം കൊണ്ടും വേദന കൊണ്ടും അവൻ ഉറക്കെ നിലവിളിച്ചു, പ്രഭോ, ആരോ എന്നെ കൊല്ലാൻ നോക്കുന്നു, ഒന്ന് വന്ന് രക്ഷിക്കണേ! ഈ പെണ്ണെന്ത് മോഷ്ടിക്കാനാണ് ഈ രാത്രി ഇവിടേക്ക് വന്നത്? ആരെങ്കിലും രക്ഷിക്കണേ! ആദിശേഷൻ അലറിക്കരഞ്ഞു. ഏതാനും നിമിഷങ്ങൾ നിലവിളിച്ചപ്പോൾ അവൻ തളർന്നു. നിലവിളി നിർത്തി. വേദന സഹിക്കാൻ വയ്യാതെ അവൻ പല്ല് കടിച്ചു. ഏയ്, നീ അലറി വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിന്നെ എന്റെ ശക്തി കൊണ്ട് അടിച്ചൊരു മാന്ത്രിക വലയം സൃഷ്ടിച്ചു. അതിനപ്പുറം നിന്റെ നിലവിളി ആർക്കും കേൾക്കില്ല, മാധുരി വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ട ആദിശേഷൻ പരിഭ്രമത്തോടെ പറഞ്ഞു, മാധുരി, നീ എന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് പണം വേണോ, അതോ മരുന്ന് വേണോ? നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കൂ, ഞാൻ നിനക്ക് നൽകാൻ തയ്യാറാണ്. ദയവായി എന്നെ വെറുതെ വിടൂ. ആദിശേഷൻ പേടിച്ചു വിറച്ചു. അവന് യാചിക്കുന്നത് കണ്ട് മാധുരി പതിയെ അവന്റെ അടുത്തേക്ക് നടന്നു. ആദിശേഷ, നീ ഒരു രാത്രി എന്നോടൊപ്പം സന്തോഷവാനായിരിക്കാൻ ആഗ്രഹിച്ചില്ലേ? ഞാൻ സ്വയം ഇതാ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ആണാണെങ്കിൽ നീ എന്നെ ഇപ്പോ ഒന്ന് തൊട്ടു നോക്ക്, ആക്രോശത്തോടെ മാധുരി പറഞ്ഞു. ആദിശേഷൻ ഭയത്താൽ വിറച്ചു, വിയർത്തു കുളിച്ചു. അവൻ കണ്ണുകളടച്ച് അവൾ തന്നെ കൊല്ലുന്ന നിമിഷത്തിനായി കാത്തിരുന്നു. ഞാനൊരു സത്യം പറയട്ടെ ചവറു വൈദ്യരെ, എനിക്ക് നിന്നെ കൊല്ലാൻ ഒരു ആഗ്രഹവുമില്ല. ആദിശേഷൻ മാധുരി പറയുന്നത് കേട്ട് പ്രതീക്ഷയോടെ കണ്ണുകൾ തുറന്നു. ഒരുപക്ഷെ മാധുരി തന്നെ പേടിപ്പിക്കാൻ വന്നതായിരിക്കുമോ എന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ മനസ്സിലെ ഭയം കുറഞ്ഞു തുടങ്ങി. എന്നോട് മോശമായി പെരുമാറിയതിന് എനിക്ക് നിന്നോട് ദേഷ്യമില്ല. അതിന് ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. പക്ഷേ നീ എന്തിനാ അമരനെ അപമാനിച്ചത്? അതിന് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതും അവളുടെ 2 വിരലുകളും കണ്ണുകളും സ്വർണ്ണ പ്രകാശത്താൽ തിളങ്ങാൻ തുടങ്ങി. ആ ശക്തി കൊണ്ട് അവൾ ആദിശേഷന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. ഈ അടി ആദിശേഷന്റെ നെഞ്ചിൽ ഒരു വലിയ ദ്വാരം അവശേഷിപ്പിച്ചു. കുറച്ചു നിമിഷങ്ങൾ വേദനയോട് മല്ലിട്ട് ആദിശേഷൻ ബോധം കെട്ടു വീണു. അവന്റെ ശ്വാസം നിലച്ചു. പക്ഷേ മരണശേഷവും അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അതിൽ മാധുരിയോടുള്ള ഭയം പ്രകടമായിരുന്നു. മൃതദേഹം കണ്ടതും മാധുരി ശാന്തയായി. അവളുടെ ദേഷ്യം അല്പം കുറഞ്ഞു.
ആദിശേഷന്റെ മൃതദേഹത്തെ നോക്കി മാധുരി പറഞ്ഞു, എനിക്ക് അവസരം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ വളരെ കാലം മുമ്പ് തന്നെ കടകരാജവംശത്തിന്റെ അടിവേരർത്തേനെ. എന്നാൽ അമരൻ എന്റെ സത്യത്തെക്കുറിച്ചൊന്നും അറിയരുതെന്ന് കരുതി മാത്രമാണ് ഞാൻ ശാന്തയായത്. എന്റെ സത്യം അവൻ ഒരിക്കലും അറിയരുത്. എങ്കിലും അമരനെ ബുദ്ധിമുട്ടിച്ചാൽ അവർക്കെല്ലാം നിന്റെ ഗതി തന്നെ ആയിരിക്കും. ഇത്രയും പറഞ്ഞ മാധുരി അവിടെ നിന്നും പോവാനൊരുങ്ങി. എന്നാൽ തിരശ്ശീലയ്ക്കരികിലെത്തിയപ്പോൾ തന്നെ ആരോ നിരീക്ഷിക്കുന്നതായി അവൾക്ക് തോന്നി. അവൾ തിരശ്ശീലയിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവൾ ശ്രദ്ധിക്കുന്നത് കണ്ട അമരൻ പരിഭ്രമത്തോടെ തിരശ്ശീലയ്ക്ക് പുറകിൽ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. പക്ഷേ കുറച്ചുനേരം തിരശ്ശീലയിലേക്ക് നോക്കി അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൾ കൊട്ടാരം വിട്ടുപോയി. മാധുരി പോയതിനു ശേഷം വരുണമിത്രൻ അമരനോട് തമാശയായി ചോദിച്ചു, എന്താ അമര, നിന്റെ ഹൃദയേശ്വരി മാധുരി ഹൃദയമില്ലാത്ത കൊലയാളിയായിരുന്നല്ലേ? ഒരുവനെ നിഷ്ഠൂരമായി കൊന്ന ശേഷം യാതൊരു പരിഭ്രമവും കൂടാതെ പോയത് കണ്ടില്ലേ? ഭയങ്കരി തന്നെ. വരുണമിത്രന്റെ സംസാരം കേട്ട് അമരൻ അത്ഭുതപ്പെട്ടു. ഇങ്ങനെയുള്ള സമയത്തും ഇങ്ങനെ ഒരു തമാശ പറയാൻ ഈ ഗുരുവിന് എങ്ങനെ കഴിയുന്നു? പെട്ടെന്ന് മുറിയിൽ നിന്നൊരു ശബ്ദമുയർന്നു. അമരൻ കട്ടിലിൽ കിടന്നിരുന്ന പെൺകുട്ടി ഉണർന്ന ശബ്ദമുണ്ടാക്കിയതാവും എന്ന് കരുതി അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പക്ഷേ അവളിൽ നിന്നായിരുന്നില്ല ശബ്ദം പുറത്തേക്ക് വന്നത്. പകരം നിരങ്ങി നീങ്ങുന്ന ആദിശേഷനിൽ നിന്നായിരുന്നു ആ ശബ്ദമുയർന്നത്. ആ കാഴ്ച കണ്ട് അമരൻ ഞെട്ടി. അതുവരെ മരിച്ചു കിടന്നിരുന്ന ആദിശേഷന്റെ ശരീരം പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഗുരുദേവ, എന്താണ് കാണുന്നത്? എന്തൊരു അത്ഭുതമാണിത്! മരിച്ചയാൾ എങ്ങനെ എഴുന്നേറ്റ് നടക്കും? അമരൻ ഇടറിയ ശബ്ദത്തിൽ പരിഭ്രമത്തോട് ചോദിച്ചു. ഇത്രയും അപകടകരമായ ഒരു ആക്രമണത്തിൽ നിന്നും ആദിശേഷന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്ന് അമരന് മനസ്സിലായില്ല. അവൻ ആദിശേഷനെ അത്ഭുതത്തോടെ നോക്കി. ആദിശേഷൻ അവന്റെ നെഞ്ചിലേക്ക് നോക്കി പിറുപിറുത്തു. ഞാൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഗുരുജി തന്ന മരുന്ന് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. എന്റെ കഥ ഇന്ന് അവസാനിക്കുമായിരുന്നു. അവൻ എഴുന്നേറ്റു. വളരെ പ്രയാസപ്പെട്ട് അടുത്തുള്ള മേശക്കരികിലേക്ക് നീങ്ങി. മേശപ്പുറത്ത് ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയുടെ അടപ്പ് മെല്ലെ തുറന്ന് അവന്റെ മുറിവിൽ മരുന്ന് തളിച്ചു. അതിനുശേഷം ഒരു സഞ്ചിയിൽ നിന്ന് ഒരു ഗുളിക എടുത്ത് വിഴുങ്ങി. ഗുളിക വിഴുങ്ങിയ ഉടൻ അവന്റെ മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. ഈ മുറിവുകൾ പൂർണ്ണമായി ഉണങ്ങാൻ 6 മാസത്തിലധികം എടുക്കും. അതുവരെ എനിക്ക് ഗ്രാമത്തിലേക്ക് മടങ്ങണം. ഈ പട്ടണത്തിലെ ഒരു പെൺകുട്ടിയും എന്നോട് ശരിയായി സഹകരിക്കില്ല. രാവിലെ ആയാൽ പ്രഭുവിനോട് പറഞ്ഞ് ഗ്രാമത്തിലേക്ക് മടങ്ങണം. ഗുരുജിയെ പാഞ്ചാല ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അദ്ദേഹം വന്നാലേ ഇവിടത്തെ അവസ്ഥ ശരിയാകൂ. ഗുരുദേവ, ഇവൻ എന്തൊക്കെയായി പുലമ്പുന്നത്? ഗുരുദേവന് വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമരൻ വിലപിച്ചു. ക്ഷമയോടെ അവൻ ചെയ്യുന്നത് ശ്രദ്ധിക്കൂ അമര, വരുണമിത്രൻ പറഞ്ഞു. ആദിശേഷൻ ആക്രോശമായ മുഖത്തോടെ ഗർജിച്ചു. ഏ മാധുരി, നീ വളരെ സുന്ദരിയായിരുന്നു. എനിക്ക് നിന്നെ വേണമായിരുന്നു. പക്ഷേ നീ എന്നെ അപമാനിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടില്ല. അത് കേട്ട് അമരന് ദേഷ്യം വന്നു. എടാ കഴുതേ, നീ മാധുരിയെ വെല്ലുവിളിക്കുന്നു. അമരൻ തിരശ്ശീല വലിച്ച് പുറത്തേക്ക് വന്നു. അമരന്റെ ശബ്ദം കേട്ട് ആദിശേഷൻ ഭയന്ന് വിറച്ചു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നിൽക്കുന്നത് കണ്ടു. ആ രൂപത്തിന്റെ മുഖം വ്യക്തമല്ലായിരുന്നു. അധ്യായം 55. ആദിശേഷനെ വകവരുത്താൻ വരുണമിത്രൻ അമരന്റെ ശരീരത്തിനുള്ളിലിരുന്ന് കൈകൾ കോർത്തിണക്കി തന്റെ ശക്തി പുറത്തെടുത്തു. അമരന്റെ മുഷ്ടികളിൽ നിന്ന് വെളുത്ത പ്രകാശം പ്രവഹിച്ചു തുടങ്ങി. ആദിശേഷന്റെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് അമരൻ പറഞ്ഞു. അഭിനന്ദനങ്ങൾ മഹാവൈദ്യരെ, നിങ്ങൾക്കൊരു അത്ഭുതകരമായ സമ്മാനമുണ്ട്. സൗജന്യമായി നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്നു. സന്തോഷത്തോടെ നരകത്തിൽ വാഴുക. അതും പറഞ്ഞുകൊണ്ട് അമരൻ കൈ വീശിയപ്പോൾ അവന്റെ കയ്യിൽ നിന്നും വെളുത്ത പ്രകാശം മിന്നൽ വേഗത്തിൽ ആദിശേഷനിലേക്ക് ഒഴുകി വന്നു. ആ വെളിച്ചം വന്നയുടനെ ആദിശേഷന്റെ ശരീരം ജ്വലിച്ചു തുടങ്ങി. കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ അവൻ വെണ്ണീറായി മാറി. കാറ്റ് വീശിയപ്പോൾ ചാരം മുറിയിലാകെ ചിതറിത്തെറിക്കാൻ തുടങ്ങി. ഒരു കണ്ണിമ വെട്ടൽ നേരം കൊണ്ട് ആദിശേഷൻ പൂർണ്ണമായും കത്തി നശിച്ചു. ആ കാഴ്ച കണ്ട അമരൻ
സന്തോഷത്തോടെ കൈകൊട്ടി ചിരിച്ചു. അതിനുശേഷം അമരൻ ജനലിനരികിലേക്ക് നിന്ന്, ഗുരു, നമുക്ക് പോകാം. അത് കേട്ട് വരുണമിത്രൻ പറഞ്ഞു, നമ്മൾ എന്തിനാണോ വന്നത് അത് കഴിഞ്ഞു. ഇനി നമുക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങാം. അദ്ദേഹത്തിന്റെ കൽപ്പന മാനിച്ച് അമരൻ ജനൽ വഴി പറന്നു. എന്നിട്ട് അടുത്തുള്ള ഒരു മാളികയുടെ മേൽ പറന്നിറങ്ങി. ആ സമയം അമരന് മുമ്പിൽ നിൽക്കുന്ന മാധുരിയെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. അവൾ തന്റെ സ്വർണ വസ്ത്രത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ അമരനെ നോക്കി. നീ ആരാണ് എന്ന് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അപ്പോഴാണ് അവൾ തന്നെ തിരിച്ചറിയുന്നില്ലെന്ന് അമരൻ മനസ്സിലാക്കിയത്. പെട്ടെന്ന് സമചിത്തത വീണ്ടെടുത്ത അമരൻ മാധുരിയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ ഇതിനു മുമ്പ് താരകേയ രാജസന്നിധിയിൽ വെച്ച് കണ്ടിരിക്കണം. അവൻ ശാന്തമായി മറുപടി പറഞ്ഞു. മാധുരി ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൊട്ടാരത്തിൽ മരുന്ന് കൊണ്ടുവന്ന വൈദ്യനല്ലേ? അതെ, അത് ഞാൻ തന്നെയാണ്, അമരൻ പറഞ്ഞു. ശരി, നിങ്ങൾ ഒരു വൈദ്യനല്ലേ? നിങ്ങൾ ഈ സമയത്ത് കടകരാജവംശത്തിന്റെ കൊട്ടാരത്തിൽ എന്താണ് ചെയ്യുന്നത്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇവിടത്തെ ഒരു പ്രശ്നം പരിഹരിച്ചു വരാൻ പറഞ്ഞു. ഒരുവൻ എന്നെ ഇവിടേക്ക് അയച്ചതാണ്, അമരൻ പറഞ്ഞു. പ്രശ്നമോ? എന്ത് പ്രശ്നം? ആരാണ് നിങ്ങളെ അയച്ചത്? മാധുരി അതിശയത്തോടെ ചോദിച്ചു. അതൊരു രഹസ്യമാണ്, അത് ആരോടും പറയാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ പറയണം, അതാരാണെന്ന് എനിക്കറിയണം. അവൾ വായുവിൽ പൊങ്ങി വൈദ്യരുടെ അടുത്തേക്ക് നീങ്ങി. നിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് നിനക്ക് ഈ വൃദ്ധനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ പറഞ്ഞു. അത് ശ്രദ്ധിക്കാതെ മാധുരി വൈദ്യന്റെ നേരെ വിരലുകൾ ഉയർത്തി. അതിൽ നിന്ന് സ്വർണവർണ്ണത്തിലുള്ള ഒരു പ്രകാശം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ആരെന്നറിയാതെ അവൾ പിന്മാറില്ലെന്ന് മനസ്സിലാക്കിയ വരുണമിത്രൻ അമരന്റെ ശരീരത്തിലിരുന്ന് പറഞ്ഞു, ശരി ശരി, ഞാൻ നിങ്ങളോട് സത്യം പറയാം. ആ ചവറു വൈദ്യൻ ആദിശേഷൻ ഇന്ന് ചന്തയിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി. അതിനാൽ വൈദ്യനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പയ്യൻ എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്, വരുണമിത്രൻ പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ട് അവൾ അവളുടെ വിരലുകളിൽ നിന്നും ജ്വലിക്കുന്ന പ്രകാശം തിരികെ എടുത്തു. പെട്ടെന്ന് അവളുടെ കയ്യിലെ ശക്തികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അവൾ മെല്ലെ നിലത്തേക്കിറങ്ങി. എന്നിട്ട് വൈദ്യരെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഇതിനകം സംശയിച്ചിരുന്നു, നിങ്ങൾക്കും അമരനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. പക്ഷേ ഇന്നത് ഉറപ്പിച്ചു. വളരെ നന്ദി, അവൾ പറഞ്ഞു. നന്ദി? എന്തിനാണ് നന്ദി? ആരാണ് നിങ്ങൾ? നിങ്ങളുടെ പേരെന്താണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ അമരന്റെ ശക്തി വീണ്ടെടുക്കുന്നതിൽ നിങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചെന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ വൈദ്യരോട് നന്ദി പറഞ്ഞത്, മാധുരി പറഞ്ഞു. പിന്നെയും അവൾ വൈദ്യരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ അമരനെ സഹായിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചാൽ പിന്നെ ഞാൻ നിങ്ങളുടെ പ്രായവും ശക്തിയും ഒന്നും പരിഗണിച്ചെന്ന് വരില്ല. ഞാൻ നിങ്ങളെ നേരിട്ട് ആക്രമിക്കും. അമരന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. മനസ്സിലായോ? മാധുരി ഭീഷണി മുഴക്കി. ഒരു നല്ല പെൺകുട്ടിയാണിവൾ. മാത്രമല്ല ധൈര്യമുള്ള പെൺകുട്ടി കൂടിയാണ്, അല്ലേ അമര? വരുണമിത്രൻ അമരനോട് മന്ത്രിച്ചു. അമരൻ ആരാലും ചതിക്കപ്പെടരുതെന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. കാരണം അവന്റെ മനസ്സ് പാൽ പോലെ ശുദ്ധമാണ്, കള്ളത്തരമൊന്നുമില്ല. വെളുത്തതെല്ലാം പാലാണെന്ന് കരുതുന്ന നിഷ്കളങ്കമായ മനസ്സാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവൻ എല്ലാവരെയും എളുപ്പം വിശ്വസിക്കും. ശരി, എനിക്ക് തിരിച്ചു പോവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊന്നും അമരൻ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അവനോട് പറയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ പോകാനൊരുങ്ങി. മാധുരി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ അവനോട് ഇതൊന്നും പറയില്ല. ധൈര്യമായി പോവുക, വരുണമിത്രൻ ഉറപ്പു നൽകി. മാധുരി കൈകൂപ്പി നന്ദി പറഞ്ഞു. അപ്പോൾ വൈദ്യർ തന്റെ സഞ്ചിയിൽ നിന്നും ഒരു പച്ചക്കുപ്പിയെടുത്ത് മാധുരിക്ക് നേരെ നീട്ടി. നീ ഒരു പ്രത്യേക വിദ്യ ഉപയോഗിച്ചു. അതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ശരീരം വല്ലാതെ ക്ഷീണിക്കും. അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ ആ ക്ഷീണം മാറും. നിന്റെ ഈ അവസ്ഥ അമരന് സഹിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ നിനക്ക് ഈ മരുന്ന് നൽകാൻ കാരണം. വരുണമിത്രൻ
കളിയായി പറഞ്ഞു ചിരിച്ചു. അത് കേട്ടതും മാധുരിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ തലയാട്ടി വൈദ്യരോട് യാത്ര പറഞ്ഞ് ആകാശത്തേക്ക് പറന്നു. അമരൻ മാധുരി പോയ ശേഷം അവളെ ഓർത്ത് നാണത്തോടെ പുഞ്ചിരി തൂകി. മാധുരി തന്നെ എത്രമാത്രം സുരക്ഷിതനാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിൽ അവന് സന്തോഷം തോന്നി. തനിക്ക് വേണ്ടി ശക്തനായ ഒരു വൈദ്യരോട് പോലും പോരാടാൻ അവൾ തയ്യാറാണ്. അമരൻ മാധുരിയെ സ്മരിച്ച് പരിസരം മറന്നു നിന്നു. അമര, അമര, മതി മതി, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം. എന്നിട്ട് സമാധാനമായി കുമാരൻ അവിടെ സ്വപ്നം കണ്ടോളൂ. വരുണമിത്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആരെ സ്വപ്നം കണ്ടെന്നാ അവിടുന്ന് പറയുന്നത്? ഞാൻ ആരെക്കുറിച്ചും ചിന്തിച്ചില്ല. ഏതു സമയവും എന്നെ കളിയാക്കുന്നതാണ് ഇപ്പോൾ ഗുരുവിന്റെ പ്രധാന പണി. ശരി ശരി, പോകാൻ നേരമായില്ലേ, നമുക്ക് വേഗം പറക്കാൻ ആരംഭിക്കാം. അമരൻ വിഷയം മാറ്റി വേഗത്തിൽ പറഞ്ഞു. അത് ശരി. വരുണമിത്രൻ ആകാശത്ത് പറക്കാൻ തുടങ്ങി. കുറച്ചു നിമിഷത്തെ യാത്രയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും കൊട്ടാരത്തിലെത്തി. അകത്ത് കയറിയപ്പോൾ മാധുരിക്കോ മറ്റാർക്കെങ്കിലുമോ തന്റെ കാലതാമസത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് പരിശോധിച്ചു. പക്ഷേ വഴിയിൽ തടസ്സമൊന്നും നേരിടാതിരുന്നതുകൊണ്ട് അമരൻ വേഗം തന്റെ അറയിലെത്തി. അറയിലെത്തിയ ഉടനെ അവൻ വാതിലടച്ച് തന്റെ കറുത്ത വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി. വസ്ത്രം മാറ്റി വീണ്ടും ചുവന്ന മോതിരത്തിനുള്ളിൽ അവ ഒളിപ്പിച്ചു. അതിനുശേഷം അവൻ തന്റെ മെത്തയിൽ കിടന്നു. ജനൽ വഴി നിലാവിനെ ആസ്വദിച്ചുകൊണ്ട് ഉറങ്ങാൻ ശ്രമിച്ചു. നിലാവ് എത്ര മനോഹരമാണ്! ഈ കാറ്റിന്റെ കുളിർമയ്ക്ക് പോലും വല്ലാത്തൊരു വശ്യത. ഈ ലോകം വളരെ മനോഹരമാണ്. അവൻ സുഖകരമായ ചിന്തകളുമായി മെല്ലെ ഉറങ്ങാൻ തുടങ്ങി. പ്രഭാതം മനോഹരമായി പുലർന്നു. അമരൻ സുഖമായി ഉറങ്ങുകയായിരുന്നു. മറുവശത്ത് കടകരാജവംശത്തിന്റെ കൊട്ടാരത്തിൽ വലിയ ബഹളം നടക്കുകയായിരുന്നു. ആദിശേഷനെ കാണാനില്ല. ഈ വിവരമറിഞ്ഞ അംഗശീലൻ ഒരു വേലക്കാരിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അയാളുടെ അരികിൽ ഒരു പരിചാരിക തല കുനിച്ചു നിൽക്കുന്നു. അവൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാജാവ് മൗനം ഭജിച്ചുകൊണ്ട് വേലക്കാരിയോട് ചോദിച്ചു. അപ്പോൾ നീ പറയുന്നത് ആദിശേഷൻ പെട്ടെന്ന് അപ്രത്യക്ഷനായെന്നാണോ? നീ കഥ ചമയ്ക്കുകയാണോ? അംഗശീലൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഭയത്തോടെ പരിചാരിക പറഞ്ഞു. എനിക്കറിയില്ല പ്രഭു. ഇന്നലെ രാത്രി ഈ അറയിൽ മറ്റൊരു പരിചാരിക ബോധരഹിതയായി കിടന്നിരുന്നു. വൈദ്യർ എവിടെ പോയി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് പോലും കൃത്യമായി അറിയില്ല. രാവിലെ മുതൽ ഞാൻ നമ്മുടെ വൈദ്യരെ കൊട്ടാരം മുഴുവൻ തിരഞ്ഞു. പക്ഷേ കൊട്ടാരത്തിൽ എവിടെയും അദ്ദേഹത്തെ കാണുന്നില്ല. എന്താണ് നീ പറയുന്നത്? ഇന്നലെ രാത്രി ആദിശേഷൻ എന്നോട് സംസാരിച്ച ശേഷം അവന്റെ അറയിലേക്ക് പോയതാണ്. കൊട്ടാരത്തിന് പുറത്ത് എവിടേക്കെങ്കിലും വൈദ്യർ പോയോ എന്ന് അന്വേഷിക്കണം. അംഗശീലൻ കാവൽക്കാരോട് പറഞ്ഞു. അതുമാത്രമല്ല, കവാടത്തിൽ കാവൽ നിൽക്കുന്നത് മഹായോഗശക്തിയുള്ള 2 കാവൽക്കാരാണ്. അവരാരും ആദിശേഷൻ പുറത്തു പോകുന്നത് കണ്ടിട്ടില്ല. പിന്നെ ആദിശേഷൻ എവിടെ പോയി? കൊട്ടാരത്തിൽ എവിടെയും ആദിശേഷൻ ഇല്ലെന്നോ? നിങ്ങൾ എന്താണ് പറയുന്നത്? പിന്നെ അവൻ എവിടെ പോയി? മാഞ്ഞുപോയോ? അംഗശീലൻ ദേഷ്യത്തോടെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ദേഷ്യം കണ്ട് പരിചാരിക പേടിച്ചു വിറച്ചു. പ്രഭോ, ഞാൻ പറയുന്നത് സത്യമാണ്. സത്യമായും വൈദ്യർ പെട്ടെന്ന് എവിടെ പോയെന്ന് എനിക്കറിയില്ല, അവൾ കരഞ്ഞു പറഞ്ഞു. അംഗശീലൻ തന്നെ കുറ്റക്കാരിയായി കാണുമോ എന്ന ഭയത്താൽ പരിചാരിക വിറച്ചു. ആദിശേഷനെ കുറിച്ച് ഈ പരിചാരിക പറയുന്നതെല്ലാം സത്യമാണെന്നാണ് തോന്നുന്നത്. അവൾ പറയുന്നതൊന്നും കള്ളമാണെന്ന് തോന്നുന്നില്ല. അംഗശീലൻ ചിന്തിച്ചു. പരിചാരികയെ പുറത്തു നിർത്തി അദ്ദേഹം ആദിശേഷന്റെ അറയാകെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ജനൽവാതിൽ തകർന്നിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത്. സന്ദേഹത്തോടെ ഈ നിഗൂഢതയെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയേക്കാമെന്ന് കരുതി അംഗശീലൻ അറയാകെ പരിശോധിച്ചു. പെട്ടെന്നെന്തോ ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം നടത്തം നിർത്തി. അറയുടെ ഒരറ്റത്ത് ഒരു ചാരം കൂടിക്കിടക്കുന്നു. അത് കണ്ടതും അംഗശീലൻ വിടർന്ന കണ്ണുകളോടെ അതിനടുത്തേക്ക് ചെന്നു. അയാൾ കുനിഞ്ഞ് ആ ചാരത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അയാൾ ചാരം തൊട്ട് വാസനിച്ചു നോക്കി. അതിന്റെ ഗന്ധം തിരിച്ചറിഞ്ഞ അംഗശീലന്റെ മുഖത്ത് ഭയം നിഴലിച്ചു. പിന്നെ അദ്ദേഹം പരിഭ്രമത്തോടെ എഴുന്നേറ്റ് വീണ്ടും അറയിലൂടെ ഉലാത്താൻ തുടങ്ങി. ഈ സമയം അറയിലേക്ക് കയറി വന്ന പരിചാരിക പ്രഭുവിന്റെ പരിഭ്രമം കണ്ട് ഞെട്ടി. അതിനുശേഷം അംഗശീലർ സ്വയം പിറുപിറുത്തു. ഇല്ല,
ഇല്ല, ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. എങ്ങനെയാണ് ഒരുവൻ ആരും അറിയാതെ കൊട്ടാരത്തിൽ വന്ന് എന്റെ അതിഥിയെ കൊന്നു ചാരമാക്കുന്നത്? ആരും അറിയാതെ ഇതെങ്ങനെ സംഭവിക്കും? അയാൾ ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിയർക്കുന്നുണ്ടായിരുന്നു. തൂവാലയെടുത്ത് നെറ്റി തുടയ്ക്കുന്നതിനിടയിൽ അംഗശിലൻ ആഴത്തിൽ ചിന്തിച്ചു. അതേസമയം താരകേയ രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ തന്റെ പട്ടുമെത്തയിൽ സുഖനിദ്രയിലായിരുന്നു അമരൻ. ജനലിലൂടെ വന്ന സൂര്യപ്രകാശം അവന്റെ കണ്ണുകളെ തൊട്ടുണർത്താൻ ശ്രമിച്ചു. പ്രകാശരശ്മി മുഖത്ത് തഴുകിയപ്പോൾ അമരൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. തന്റെ കണ്ണുകൾ പതിയെ തിരുമ്മി തുറന്നു. സുന്ദരമായ ഈ പ്രഭാതം പുലർന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെന്ന് അയാൾക്ക് മനസ്സിലായി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുഖത്ത് വെള്ളം തെറിപ്പിച്ച് ഉറക്കം കെടുത്താൻ ശ്രമിച്ചു. നേരം പുലർന്നിട്ട് കുറച്ചു സമയമായി. എന്നിട്ടും എനിക്കിപ്പോഴും ഉണരാൻ കഴിയുന്നില്ല. ഒരു ദിവസം ഈ സൂര്യന് എനിക്ക് വേണ്ടി അല്പം വൈകി ഉദിച്ചാലെന്താ? പിറുപിറുത്തുകൊണ്ട് അമരൻ മുഖത്ത് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഉറക്കം കെടുത്താൻ ശ്രമിച്ചു. ആ സമയം ആരോ കതക് മുട്ടുന്ന ശബ്ദം മുഴങ്ങി. അതിന് പിറകെ, അമര, നീ ഇനിയും എഴുന്നേറ്റില്ലേ? പുറത്തുനിന്നും ശബ്ദം പറഞ്ഞു. അത് മാധുരിയുടെ ശബ്ദമാണെന്ന് അമരൻ തിരിച്ചറിഞ്ഞു. അവനിൽ ബാക്കിയുണ്ടായിരുന്ന ഉറക്കം വാരണാസി കടന്നു. അവന്റെ മുഖത്ത് എന്തോ ഒരു ആവേശം നിഴലിച്ചു. അമരൻ തലമുടി ചീകി മിനുക്കി കണ്ണാടിയിൽ മുഖമൊന്നു നോക്കി വാതിൽ തുറന്നു. മാധുരി പച്ച വസ്ത്രം ധരിച്ച് അവന്റെ മുന്നിൽ പുഞ്ചിരിച്ചു നിന്നു. ഞാൻ ഉണർന്നിട്ട് കുറച്ചു നേരമായി, അമരൻ പറഞ്ഞു. അത് ശരി, നീ എന്താ ഇത്ര രാവിലെ തന്നെ എന്നെ അന്വേഷിച്ചു വന്നത്? ഒരു കാരണവുമില്ലാതെ നീ എന്നെ കാണാൻ ഈ നേരത്തെ വരില്ലല്ലോ, അമരൻ പറഞ്ഞു. അത് എനിക്ക് സുഖമില്ല അമര, മാധുരി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അമരൻ പെട്ടെന്ന് മാധുരിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തു പറ്റി മാധുരി? എന്താ നിന്റെ ശരീരത്തിന് പറ്റിയത്? അവൻ ആശങ്കയോടെ ചോദിച്ചു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തൊടുത്തു. അപ്പോഴാണ് അമരൻ പെട്ടെന്ന് ഓർത്തത്. കഴിഞ്ഞ രാത്രി ഒരു പ്രത്യേക വിദ്യ പ്രയോഗിച്ചതിന്റെ ഫലമാണിതെന്ന്. അതുകൊണ്ടാണ് അവളുടെ ശക്തി ക്ഷയിച്ച് ശരീരത്തിൽ ക്ഷീണം ബാധിച്ചത്. എനിക്ക് വേണ്ടി വഴക്കിടാൻ പോയിട്ടാണ് പാവം മാധുരിക്ക് ഈ അവസ്ഥ വന്നത്. അതോർത്തപ്പോൾ അമരന് വിഷമം തോന്നി. മാധുരി നാണത്തോടെ അമരനോട് പറഞ്ഞു, അമര, എന്റെ കൈ. അപ്പോഴാണ് അമരൻ മാധുരിയുടെ കയ്യിൽ താൻ മുറുകെ പിടിച്ച വിവരം ഓർത്തത്. അമരൻ പെട്ടെന്ന് അവളുടെ കൈ വിടുവിച്ചു. രണ്ടുപേരും പരസ്പരം നോക്കാൻ മടിച്ചു. സാഹചര്യം വഴിതിരിച്ചു വിടാൻ അമരൻ അവളോട് പറഞ്ഞു. എന്താ മാധുരി, നിനക്കെന്താ പെട്ടെന്ന് അസുഖം വന്നത്? ഇന്നലെ വൈകിട്ട് നിന്നെ കാണുമ്പോൾ നീ ഉഷാറായിരുന്നല്ലോ, പെട്ടെന്ന് ഇതെന്തു പറ്റി? അമരൻ ചോദിച്ചു. അധ്യായം 56. അമരൻ അസുഖത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ മാധുരി അല്പം പരിഭ്രമിച്ചു. ഏതോ ആലോചനയിൽ അവളുടെ കൃഷ്ണമണികൾ ഇടവും വലവും ചലിച്ചു. അമരനെ നോക്കി അവൾ പുഞ്ചിരിച്ചു. അത് പിന്നെ, ഞാനൊരു പ്രത്യേക വിദ്യ പരിശീലിക്കുകയായിരുന്നു. പക്ഷേ ആ വിദ്യ പരിശീലിക്കാൻ ഒരുപാട് ശക്തി വേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വിദ്യ പരിശീലിച്ചപ്പോൾ ഞാൻ ആകെ ക്ഷീണിതയായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ തളർന്നത്. എന്നാൽ ഇതൊക്കെ കുറച്ചു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. അതിനുശേഷം ഞാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അവളുടെ വാക്കുകൾ കേട്ട് അമരൻ തലയാട്ടി. പിന്നീട് അവർ ഇരുവരും പ്രാതൽ കഴിക്കാനായി ഊട്ടുപുരയിലേക്ക് പോയി. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് അമരൻ കൊട്ടാരത്തിലെ മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ മുഖമില്ലാത്ത വൈദ്യന്റെ വേഷം ധരിച്ച് പുറത്തേക്കിറങ്ങി. അവൻ പാഞ്ചാല നഗരത്തിലെ തെരുവീഥിയിലൂടെ അലഞ്ഞു നടന്നു. കണ്ണിൽ കണ്ടവരോടൊക്കെ സംസാരിച്ചു. ആദിശേഷന്റെ തിരോധാനം ഒരു അപ്രതീക്ഷിത വാർത്തയായതിനാൽ അതേക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം നഗരത്തിൽ നിന്നും ലഭിക്കുമെന്ന് അമരൻ പ്രതീക്ഷിച്ചു. എന്നാൽ അമരന്റെ ധാരണയ്ക്ക് വിപരീതമായി ആദിശേഷന്റെ തിരോധാനത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ അമരൻ ആകെ ആശ്ചര്യപ്പെട്ടു. ഇതെങ്ങനെ സംഭവിക്കും? ഈ വിവരം കടകവംശരുടെ കൊട്ടാരത്തിന് പുറത്തേക്ക് എത്തിയില്ലേ? ഇതെങ്ങനെ മൂടിവെക്കാൻ സാധിച്ചു? രാത്രിയോട് രാത്രി ആദിശേഷൻ കൊട്ടാരത്തിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷനായി. ഇത്ര വലിയ കാര്യം നടന്നിട്ടും ഇതുവരെ ആരും ഒന്നും അറിയാത്തതെന്താണ്? അമരൻ ആശയക്കുഴപ്പത്തിലായി. ആദിശേഷന്റെ പെട്ടെന്നുള്ള തിരോധാനം പാഞ്ചാല നഗരത്തിൽ ആരും അറിഞ്ഞില്ല. കടകരാജവംശത്തിന്റെ തലവനായ അംഗശിലൻ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കനാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അമരൻ ചക്രാനന്ദ ലേലശാലയിലേക്ക് നടന്നു.
അകത്ത് കയറിയ ഉടനെ അമരൻ നേരെ ചെന്നത് ലേലശാലയിലെ കാര്യാലയത്തിലേക്കായിരുന്നു. അവിടെ ദേവാംഗന ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ, പ്രിയപ്പെട്ട അതിഥി, ഞങ്ങളുടെ ലേലശാലയിലെ വിശിഷ്ട അതിഥി ലേലശാലയിൽ തിരിച്ചെത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആഗമനോദ്ദേശ്യം പറഞ്ഞാലും എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അമരനെ സ്വീകരിച്ചിരുത്തി. അമരൻ കസേരയിൽ ഇരുന്ന ശേഷം സഞ്ചിയിൽ നിന്നും ഒരു ചുവന്ന മോതിരമെടുത്ത് വിരലുകൾ കൊണ്ട് തടവി. വൈകാതെ 5 പഞ്ചസ്ഫടിക ഭരണികൾ മേശപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞ പോലെ അമൃതധാരാപാനീയം നിറച്ച 5 സ്ഫടിക ഭരണികൾ ഇതാ, ഇത് നിനക്കുള്ളതാണ്. അമരൻ ഇപ്പോൾ സ്വന്തം ശബ്ദത്തിലായിരുന്നു സംസാരിച്ചത്. എന്നാൽ മുഖമില്ലാത്ത വൈദ്യനെ കുറിച്ചുള്ള രഹസ്യം നേരത്തെ അറിഞ്ഞിരുന്നതിനാൽ ദേവാംഗന അവന്റെ ശബ്ദം കേട്ട് അത്ഭുതപ്പെട്ടില്ല. വരുണമിത്രൻ ഒന്നും മിണ്ടരുതെന്ന് അമരൻ നേരത്തെ തന്നെ വിലക്കിയിരുന്നു. ദേവാംഗന അമൃതധാരാപാനീയത്തിലേക്ക് നോക്കി. ആ കാഴ്ച കണ്ട അവളുടെ മുഖത്ത് പെട്ടെന്നൊരു പുഞ്ചിരി വിടർന്നു. എന്നിട്ട് പതിയെ കയ്യിലൊരു ഭരണിയെടുത്ത് അതിന്റെ അടപ്പ് തുറന്ന് കയ്യിലേക്ക് കുറച്ച് പാനീയം പകർന്നു. ദേവാംഗന പുതിയ മരുന്നിന്റെ മണം ആസ്വദിച്ചു. സന്തോഷത്തോടെ ആ ഭരണി തിരികെ വെച്ചു. അതിനുശേഷം അവൾ നന്ദി സൂചകമായി ചിരിച്ചുകൊണ്ട് അമരനോട് സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞ ദിവസത്തിന് മുമ്പ് അമൃതധാരാപാനീയം നൽകിയിരിക്കുന്നു. താരകേയ രാജവംശം ഉടൻ തന്നെ കടക രാജവംശത്തെ നേരിട്ട് ആക്രമിക്കാൻ പോകുന്നുവെന്ന് തോന്നുന്നല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് കരാർ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവളുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അമരൻ തന്റെ സഞ്ചിയിൽ നിന്നും ഒരു കടലാസ് എടുത്ത് അവൾക്ക് കൊടുത്തു. ആ കടലാസിൽ മരുന്ന് തയ്യാറാക്കാനുള്ള മൂലികകളുടെ പട്ടികയായിരുന്നു. ദേവാംഗന ആ കടലാസ് വാങ്ങി പരിശോധിച്ച ശേഷം, ഇതിലെ ചേരുവകൾ കണ്ടിട്ട് രക്തം നിർത്തുന്ന മരുന്നിന് വേണ്ടിയുള്ള മൂലികകൾ പോലെ അല്ലല്ലോ തോന്നുന്നത്. ഇത് ശക്തി കൂട്ടുന്ന മരുന്നിന്റെ ചേരുവകൾ പോലെ ഉണ്ടല്ലോ. ഇത് ആർക്ക് വേണ്ടിയുള്ള മരുന്നാണ്? അവൾ ചോദിച്ചു. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ അപമാനിച്ചവനെ ശിക്ഷിക്കാൻ പുറപ്പെട്ട എന്റെ പ്രേയസിക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് അവളെ പഴയ പോലെ ശക്തയായ പെൺകുട്ടിയായി മാറ്റണം, അമരൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ ദേവാംഗനയ്ക്ക് ഒരു മറുപടിയും നൽകിയില്ല. ശരി, എന്നോട് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. അല്ലെങ്കിലും ഞാൻ എന്തിനെ ഈ രാജ്യരഹസ്യങ്ങൾ അന്വേഷിക്കണം? പരിഭവത്തോടെ ദേവാംഗന പറഞ്ഞു. അവൾ ഒരിക്കൽ കൂടി ആ കടലാസിലേക്ക് നോക്കി ഒരു പരിചാരികയെ വിളിച്ചു. ആ പട്ടിക അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, വേഗം പോയി അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം കൊണ്ടുവരിക. പരിചാരിക പുറത്തേക്ക് പോയതിനു ശേഷം അവിടെ ഒരു വിചിത്രമായ നിശബ്ദത പരന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അമരൻ സംസാരിച്ചു തുടങ്ങി. ദേവാംഗനെ, നീ കടകവംശജർക്ക് പച്ചമരുന്നുകൾ വിതരണം ചെയ്യുന്നത് നിർത്തിയ ശേഷം ഇപ്പോൾ അവർ അയൽ നഗരത്തിൽ നിന്നാണ് പച്ചമരുന്നുകൾ വാങ്ങുന്നതെന്ന് കേട്ടല്ലോ. കേട്ടത് സത്യമാണോ? അമരൻ ചോദിച്ചു. അതെ, നീ കേട്ടത് ശരിയാണ്. അവർ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ മൂലികകൾ വാങ്ങുന്നത് അയൽ പട്ടണത്തിലെ വരമതി ലേലശാലയിൽ നിന്നാണ്. പക്ഷേ അവിടെ സാധനങ്ങൾക്കെല്ലാം വില വളരെ കൂടുതലാണ്. നമ്മുടെ വിലയേക്കാൾ 4 ഇരട്ടി വില കൂടുതലാണ് അവിടെ. കടകരാജവംശർ 4 ഇരട്ടി വില കൊടുത്താണ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. അവൾ അമരനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ അമരന്റെ മുഖഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അതേക്കുറിച്ച് നിനക്ക് വേറെ വല്ല വിവരവും അറിയുമോ? അത് കേട്ടവൾ അമ്പരന്നു. ഏറെന്തറിയാനാ? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? അത് അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? കുമാരന്റെ ഉദ്ദേശം ശരിയല്ലല്ലോ. ഞാൻ കൊള്ളയടിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കടകരാജവംശവും വരമതി ലേലശാലയും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തെക്കുറിച്ച് കൂടുതലായി നിനക്ക് എന്തൊക്കെ അറിയാം? അവൻ ചോദിച്ചു. അത് കേട്ട് ദേവാംഗന അത്ഭുതത്തോടെ അമരനെ നോക്കി. അമര, നീ ശരിക്കും ബുദ്ധിമാനാണ്. നിന്നെപ്പോലെ ഒരു ശത്രു ആർക്കും ഉണ്ടാകരുത് അമര. കടകരാജവംശത്തിന്റെ അവസ്ഥയോർത്ത് എനിക്ക് അവരോട് പാവം തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോൾ വരാം എന്നു പറഞ്ഞ് ദേവാംഗന അറ വിട്ട് പുറത്തേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. അപ്പോൾ അവളുടെ കയ്യിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു. അതവൾ അമരന്റെ കയ്യിൽ കൊടുത്തു. 2 ദിവസം മുമ്പ് വരമതി ലേലശാലയിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു. കൃത്യം 2 ദിവസം മുമ്പ് കടകരാജാവ് അംഗശിലൻ വരമതി ലേലശാലയിൽ നിന്ന് 4 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ വിലമതിക്കുന്ന ഔഷധ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിരുന്നു. ആ സമയത്ത് അവർക്ക് മുഴുവൻ പണം നൽകാൻ കഴിഞ്ഞില്ല. 1 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ അവർ ഇതുവരെ നൽകിയുള്ളൂ.
കടകരാജവംശം വരമതിലേലശാലയോട് 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ കടം പറഞ്ഞു. മാധുരി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ ലേലശാല മുഴുവൻ പണം വാങ്ങാതെ മൂലിക നൽകിയോ? അമരൻ ചോദിച്ചു. നൽകി. പക്ഷേ പാഞ്ചാല നഗരത്തിൽ ഇപ്പോഴും ചരക്കെത്തിയിട്ടില്ല. എന്നാൽ ഇന്നാണ് ആ ചരക്ക് പാഞ്ചാല നഗരത്തിൽ എത്തുന്നത്. ഇനി ആ മൂലികകൾ ഉപയോഗിച്ച് മരുന്നുൽപാദിപ്പിച്ച് വിപണനം ചെയ്ത് 3 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു നൽകുമെന്നാണ് കേൾക്കുന്നത്. ഓഹോ, അപ്പോൾ ചരക്കുകൾ വരുന്നത് ഇന്നാണ്. അങ്ങനെയാണെങ്കിൽ വഴിമധ്യേ ആ ചരക്കുകൾ കൊള്ളയടിച്ചാലോ? അത് സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്, ദേവാംഗന പറഞ്ഞു. അത് സാധിക്കില്ലെന്നാണോ അതോ ബുദ്ധിമുട്ടാണെന്നാണോ? പറയൂ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അമരൻ ചോദിച്ചു. മൂലികകൾ വളരെ സുരക്ഷിതമായാവും കൊണ്ടുവരിക. സുരക്ഷിതത്വത്തിന് ശക്തമായ കാവൽക്കാർ ഉണ്ടാവും. മഹായോഗത്തിലുള്ള ഒരു യോദ്ധാവും അപരാജിത നിലവാരത്തിലുള്ള അനേകം പടയാളികളും സംരക്ഷണത്തിനായി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ കൊള്ളയടിക്കുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ കാരണം, അവൾ പറഞ്ഞു. അതെയോ? അങ്ങനെയെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും കടലാസ് വാങ്ങി മോതിരത്തിനുള്ളിൽ ഒളിപ്പിച്ചു. കടകരാജവംശം വഴിയിൽ മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾക്കായി 4 ലക്ഷം സ്വർണ്ണ നാണയങ്ങൾ ചിലവഴിക്കേണ്ടി വരിക. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അല്പം പ്രയാസം തോന്നുന്നു, പരിഹാസം കലർന്ന ശബ്ദത്തിൽ അമരൻ പറഞ്ഞു. പരിചാരിക മരുന്നുകളുമായി മുറിയിലേക്ക് പ്രവേശിച്ചു. അവൾ മരുന്നുകൾ ഒരു തളികയിലിട്ടാണ് കൊണ്ടുവന്നത്. ആ തളിക ദേവാംഗന അമരനെ ഏൽപ്പിച്ചു. അമരൻ തന്റെ ചുവന്ന മന്ത്രമോതിരത്തിൽ ആ മൂലികകൾ എല്ലാം എടുത്തു വെച്ചു. അമരന്റെ പ്രവൃത്തി നോക്കിക്കൊണ്ട് ദേവാംഗന ചിന്തിച്ചു. പ്രായത്തിനപ്പുറം ബുദ്ധിയുള്ള ഒരു യുവാവാണ് അമരേന്ദ്രൻ. അവൻ തീർച്ചയായും ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ്. അതേസമയം ലേലശാലയിൽ നിന്ന് വളരെ ദൂരെ നിന്നും പാഞ്ചാല നഗരത്തിലേക്ക് ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ മൂലികകളുമായി നിരവധി രഥങ്ങൾ തിരുവരത്തിലൂടെ കടന്നു വന്നു. അനേകം പട്ടാളക്കാർ ആ കൂറ്റൻ രഥം ഒരുമിച്ച് വരിക്കുന്നുണ്ടായിരുന്നു. കടുത്ത വെയിലിൽ അവർ നടന്നു നീങ്ങി. അവരേവരും വിയർപ്പിൽ നനഞ്ഞു കുതിർന്നിരുന്നു. ചിലർ നെറ്റിയിലെ വിയർപ്പ് കൈകൾ കൊണ്ട് തുടച്ചു. ചിലർ തളർന്നു നീങ്ങി. ആ വലിയ രഥത്തിന് പുറകെ ഒരു ചെറിയ കുതിരവണ്ടിയും വരുന്നുണ്ടായിരുന്നു. ആ വണ്ടിയിൽ മഹായോഗിയായ സുന്ദരഗുരു എന്ന വൃദ്ധൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വണ്ടി തള്ളിക്കൊണ്ടിരുന്ന പട്ടാളക്കാർ താങ്കളുടെ പ്രവൃത്തിയുടെ ആയാസം മാറ്റാനായി പരസ്പരം സംസാരിച്ചു. മരുത, എന്തിനാ നമ്മുടെ രാജാവ് ഇങ്ങനെ ഒരു സാധനം ഒറ്റയടിക്ക് ഇത്രയേറെ വാങ്ങുന്നത്? ഞാൻ ഇതുവരെ ഇത്രയേറെ മൂലികകൾ അദ്ദേഹം ഒന്നിച്ചു വാങ്ങുന്നത് കണ്ടിട്ടില്ല. അതും നമ്മുടെ പാഞ്ചാല നഗരത്തിൽ നിന്നും വാങ്ങാതെ. എന്തിനാണ് പിന്നെ അയൽപ്പക്കത്തെ പട്ടണത്തിൽ നിന്നും വാങ്ങുന്നത്? അയൽ നഗരത്തിൽ നിന്നും സാമഗ്രികൾ വാങ്ങിയതുകൊണ്ട് നമുക്കെന്താ പ്രശ്നം? അയൽപ്പക്കത്തെ പട്ടണത്തിൽ നിന്നോ എവിടെ നിന്നോ വാങ്ങട്ടെ, രഥം വലിക്കുന്നതിനുള്ള കാശ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്താ? വായി മൂടിക്കെട്ടി പണിയെടുക്കൂ കൂട്ടരെ, മറ്റൊരു യോദ്ധാവ് പറഞ്ഞു. നമ്മുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നുമാണ് ഈ സാമഗ്രികൾ വാങ്ങിയിരുന്നെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഇത്രയധികം ആളുകളുടെ ആവശ്യം വരില്ലായിരുന്നു. ധൈര്യമായി അത് വാങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഒന്നാമൻ വീണ്ടും പറഞ്ഞു. സുഹൃത്തെ, വലിയ വലിയ തീരുമാനങ്ങളാണ്. രാജ്യകാര്യങ്ങൾ ഇതൊന്നും നമ്മൾ അറിയേണ്ടതില്ല. നമ്മുടെ വേല ഈ സാമഗ്രികൾ സുരക്ഷിതമായി കൃത്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുക എന്നതാണ്. നമ്മൾ എന്തിനാ കൂടുതലായി ചിന്തിക്കുന്നത്? ഇതൊക്കെ നീ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയാനാണ്? എനിക്കും നിന്നെപ്പോലെ തന്നെയേ കാര്യങ്ങൾ അറിയൂ, രണ്ടാമത്തെയാൾ പറഞ്ഞു. അല്ല, ഈ വണ്ടിയിൽ നിറയെ മരുന്ന് നിർമ്മാണത്തിലുള്ള സാമഗ്രികളാണെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ ഇത്രയേറെ സുരക്ഷ ഈ വാഹനത്തിൽ ഏർപ്പെടുത്തുന്നത്? പച്ചമരുന്നുകൾ ആരെങ്കിലും കൊള്ളയടിക്കുമോ? മറ്റൊരാൾ തന്റെ സന്ദേഹം വ്യക്തമാക്കി. കൊള്ളയടിക്കാൻ സാധ്യതയുള്ള അത്രയ്ക്കും പ്രാധാന്യമുള്ള സാമഗ്രികളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് മാത്രമാണ് സുന്ദരഗുരുവിനെ പോലൊരു മഹായോഗി നമ്മുടെ കൂടെ വരുന്നത്, മറ്റൊരാൾ പറഞ്ഞു. അതെന്താ, ഈ സുന്ദരഗുരു അത്രയേറെ പ്രാധാന്യമുള്ള ഒരാളാണോ? ഒരു പടയാളി ചോദിച്ചു. പതിയെ സംസാരിക്കൂ. സുന്ദരഗുരുവിനെ കുറിച്ച് അറിയാതെ നീ എങ്ങനെ കടകരാജവംശത്തിന്റെ പടയാളിയായി? കടകരാജവംശത്തിലെ മുതിർന്നവരിൽ ഒരാളാണ് അദ്ദേഹം. മഹായോഗി പദവിയിലുള്ള 3 നക്ഷത്ര ശക്തി കൈവരിച്ച വിശിഷ്ട വ്യക്തിയാണ്. വളരെ വളരെ ശക്തനാണ്. ആ സമയം മുന്നിൽ എന്തോ അസാധാരണമായി കണ്ട യോദ്ധാക്കൾ സ്തംഭിച്ചു നിന്നു. അതേസമയം സുന്ദരഗുരു വണ്ടിയിൽ രാജകീയ പരിപാലനത്തോടെ ഇരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു.
സാധാരണ മരുന്നുണ്ടാക്കാനുള്ള വില കുറഞ്ഞ മൂലികകൾ നാലിരട്ടി പണം കൂടുതലായി നൽകിക്കൊണ്ട് വാങ്ങേണ്ട ഗതികേടിലായി. കടകവംശത്തിന്റെ ഈ നിസ്സഹായാവസ്ഥയ്ക്ക് കാരണം ആ താരകീയ വംശമാണ്. അവരെ ഞാൻ വെറുതെ വിടില്ല, ദേഷ്യത്തോടെ പറഞ്ഞു സുന്ദരഗുരു. അദ്ദേഹം ഇടയ്ക്കിടെ മുമ്പിൽ പോകുന്ന രഥത്തെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. സാമഗ്രികൾ സുരക്ഷിതമാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. പിന്നീട് ഇരിപ്പിടത്തിലേക്ക് ചാരിയിരുന്നു. പെട്ടെന്ന് നിദ്ര അദ്ദേഹത്തിന്റെ കണ്ണുകളെ തഴുകി. പതിയെ പതിയെ സുന്ദരഗുരു ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് വണ്ടി നിന്നു. അതേസമയം പുറത്തെന്തോ ശബ്ദം കേട്ട് സുന്ദരഗുരു കണ്ണുകൾ തുറന്നു. ഒരു യോദ്ധാവ് വേഗത്തിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. മുതിർന്നവരെ, മഹാഗുരു, കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ നമ്മളുടെ വഴി തടയുന്നു. എന്താണെന്നൊന്ന് വന്നു നോക്കുമോ? ആ യോദ്ധാവ് പരിഭ്രമത്തോടെ പറഞ്ഞു. ഇത് കേട്ടതും വൃദ്ധന്റെ നെറ്റി ചുളിഞ്ഞു. ആരാണ് ഇവിടെ? ആരാണ് നമ്മുടെ വാഹനം തടയാൻ മാത്രം ഇത്ര ധൈര്യമുള്ളവൻ എന്ന് ചോദിച്ച് വണ്ടിയിൽ നിന്നും സുന്ദരഗുരു പ്രായത്തെ വെല്ലുന്ന വേഗത്തിൽ ചാടിയിറങ്ങി. അല്പം നടന്നു നോക്കിയപ്പോൾ വണ്ടിയുടെ മുന്നിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാൾ ദേഹം മുഴുവൻ കറുത്ത വസ്ത്രത്താൽ മൂടിയിരുന്നു. ആ മനുഷ്യന്റെ മുഖം കണ്ടില്ലെങ്കിലും വസ്ത്രം നോക്കിയപ്പോൾ ആ മനുഷ്യൻ സാധാരണക്കാരനല്ലെന്ന് ഗുരുവിന് തോന്നി. അദ്ദേഹം ഉറക്കെ ചോദിച്ചു, ഏയ്, നീ ആരാണ്? എന്തിനാണ് ഞങ്ങളുടെ വഴി തടയുന്നത്? കറുത്ത വസ്ത്രധാരി കൂസലില്ലാതെ വഴിമധ്യേ നിന്നു. 57. കടകവംശ കൊട്ടാരത്തിലേക്കുള്ള മരുന്നുമായി വന്ന രഥങ്ങൾ വീതിയിൽ തടയപ്പെട്ടു. തടഞ്ഞ കറുത്ത വസ്ത്രം ധരിച്ച രൂപത്തിനുള്ളിൽ നിന്നും പരുപരുത്ത ഒരു ശബ്ദം മുഴങ്ങി. നിങ്ങൾ